ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി 1/4 കപ്പ് മണിച്ചോളം, 1/4 കപ്പ് മുത്താറി റാഗി, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/4 കപ്പ് ചെറുപയർ പരിപ്പ്, 1/4 കപ്പ് വെള്ളക്കടല. വെള്ളക്കടലയ്ക്ക് പകരം കടലപ്പരിപ്പ് കൊടുക്കാം. 1/4 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഉണക്കലരിക്ക് പകരം പച്ചരി എടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 4-5 മണിക്കൂർ കുതിർത്ത് വെക്കണം. 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ 1 പിടി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 4 ചെറിയുള്ളി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും, വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. കൂടുതൽ ഒഴിക്കണ്ട. കൂടുതൽ ഒഴിച്ചാൽ റാഗി പെട്ടെന്ന് അരഞ്ഞു കിട്ടൂല. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് നോക്കി വേണമെങ്കിൽ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മിക്സി ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അരച്ചെടുത്ത ഉടനെ തന്നെ ചുട്ടെടുക്കാം. എന്നും അരിഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇതുപോലെ ദോശ ഉണ്ടാക്കിയാൽ ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഇത് ഉണ്ടാക്കി കഴിക്കാം. ഇതിൽ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അരച്ചെടുത്ത ഉടനെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഒട്ടും ഒറ്റപ്പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ടോ ക്രിസ്പി ആയിട്ടോ ചുട്ടെടുക്കാൻ പറ്റും. ഞാൻ ദോശ തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ തവയിലേക്ക് 1 തവി മാവ് കോരി ഒഴിച്ച് ഒന്ന് നിരത്തി നേരിയ ദോശയായിട്ടാണ് ചുട്ടെടുക്കുന്നത്. നേരിയതായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൽ എണ്ണയോ നെയ്യോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നെയ്യോ വേണ്ടാത്തവർ ചേർക്കാതെ തന്നെ ചുട്ടെടുത്താൽ മതി. ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും ചേർത്ത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ക്രിസ്പി ആയിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇനി ഇത് വേണമെങ്കിൽ മറിച്ചിടാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ദോശ ചുട്ടെടുക്കാൻ പറ്റും. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടോ സോഫ്റ്റ് ആയിട്ടോ ദോശ ചുട്ടെടുക്കാം. ബാക്കി ആവശ്യത്തിന് ചുട്ടെടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും നല്ല പൊന്തിയ ദോശയായിട്ടെല്ലാം ചുട്ടെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ അവിടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.